എവ്രിവൺ, ഇത് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. സാരിയാണ് എടുക്കാൻ പോണ കേട്ടോ. ഞാൻ ആക്ച്വലി സാറ്റിൻ സാരി ഒന്ന് സ്റ്റൈൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കത് കറക്റ്റ് കാണാലോ എങ്ങനെയാണ് എന്താണ് ചെയ്യണേന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സാറ്റിൻ സാരി എടുത്തിട്ടുള്ളത്. മാർക്കൊന്നും ഇല്ലാത്ത മുഖമായിരുന്നു കേട്ടോ. അപ്പൊ 2-3 മാർക്കൊക്കെ വന്നു തുടങ്ങി. ആക്ച്വലി കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ്. ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഓക്കെ ആയിക്കോളും. ഇവിടെ ഒരു കറുപ്പ് കളർ കാണുന്നുണ്ടോ നിങ്ങള്? ഞാൻ ദൈവത്തിനെ കണ്ടതാട്ടോ ചെറുപ്പത്തില്. ഓടിയിട്ടുണ്ടാവും 90s കിഡ്സിന് അല്ലെ? കിഡ്സ് അല്ല, 90s തള്ളകൾക്ക്. കാരണം നമ്മള് ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരതി ആരോ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന എനിക്ക് ഭയങ്കര ബുദ്ധിയായിരുന്നു. അപ്പം ഇവിടെ ഒരതി കഴിഞ്ഞാൽ ദൈവത്തിനെ കാണുമെന്ന് പറഞ്ഞു. ഞാൻ ഫുള്ളിരുന്ന് ഒരതില് ദൈവത്തിനെ കാണാൻ. എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തിനെ കണ്ട് കുറെ കാര്യങ്ങൾ മൂപ്പരടുത്ത് ചോദിക്കാണ്ട്. ഏതിന് അന്ന് കറുത്ത കുട്ടിയാന്നുള്ള ഒരു ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് മൂപ്പരെ കണ്ടിട്ടുണ്ടെങ്കിൽ ചോദിക്കാന്ന്, ഇത്ര ആൾക്കാർക്ക് ഇത്രയും ആളെടുത്തിട്ട് എനിക്ക് മാത്രം എന്താ അത് തന്നത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഡിപ്രഷൻ കൈൻഡ് ഓഫ് മോഡായിരുന്നു അത്. ലൈക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ വാസ് റിയലി ലൈക്ക് വൈ ഹി ചൂസ് മീ എന്നുള്ള ഒരു തോട്ട് എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അത് യൂസ്ഡ് ആയി. അത് നിർത്തിയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ കാജൽ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്. ഞാൻ ആക്ച്വലി മോയ്സ്ചറൈസർ കൊടുക്കണം എന്ന് വിചാരിച്ചില്ല കേട്ടോ. ഇപ്പം പിന്നെയാണ് എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നിയത്. അപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. റോസ് വാട്ടർ ഗ്ലിസറിൻ കോംബോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ ഇത് ഡാസ്ലറിന്റെ ഹണി 32 ആണ്. അഫോർഡബിൾ ഫൗണ്ടേഷൻ ആണ്. ഇതെനിക്ക് കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ഓക്കെ ആവും കേട്ടോ. പിന്നെ വന്നിട്ട് കളർ കറക്ഷൻ ചെയ്യുന്നുണ്ട്. കളർ കറക്ഷൻ അല്ല, സ്പോട്ട് കറക്ഷൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എവിടേക്കാണ് ജസ്റ്റ് 2-3 കുത്തുകൾ ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഇതിനെ കാജൽ ആദ്യം തന്നെ എഴുതി കൊടുത്തതെന്ന് വെച്ചാൽ അത് നമ്മൾ എല്ലാ പരിപാടിയും കഴിയുമ്പോഴേക്കും ഒന്ന് സ്മഡ്ജായി വരും. ഞാൻ താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാനാട്ടോ ഉദ്ദേശിക്കുന്നത്. ഐബ്രോ ചെയ്യുന്നത് ഞാൻ എപ്പോഴും കോഫി കളർ യൂസ് ചെയ്തിട്ടാണ്. അതിൽ അവസാനത്തേക്ക് ആ വാൽഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് എവിടെയാണ് എനിക്ക് കുറച്ച് ഒട്ടും രോമമില്ല തോന്നുന്നത് അവിടെ മാത്രമാണ് ബ്ലാക്ക് കൊടുക്കുന്നത്. പിന്നെ ഒരു മസ്കാര കഴിഞ്ഞ ബ്രഷും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് അതൊന്ന് കറക്റ്റ് ചീകി കൊടുക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് കാണുന്നത് കണ്ടിട്ടേ. പിന്നെ വന്നിട്ട് നമ്മുടെ മെയ്ബലിൻ്റെ ഗ്ലോസി ഐലൈനറാണ് കേട്ടോ. അപ്പം ഇത് വന്നിട്ടെന്ന് വെച്ചാൽ ഒരു നല്ല തിളക്കം ഉണ്ടാവും കണ്ണിന്. ഐലൈനർ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു തിളക്കം അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ നിൽക്കും കേട്ടോ. ഇതങ്ങനെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ തിളക്കം പോവില്ല. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ് ഇത്. കുറേ ആയി ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ലൊരു സുഖമാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. നമുക്ക് കണ്ണിൽ എഴുതിയ പോലെ ഉണ്ടാവും എങ്ങനെയാണെങ്കിലും. പിന്നെ വന്നിട്ട് ഞാൻ എപ്പോഴും കണ്ണെഴുതുമ്പോൾ കുറച്ച് മേലേക്കാണ് വിങ്സ്, ആദ്യം തന്നെ മേലത്തെ വിങ്സ് കുറച്ച് മേലേക്കാണ് ഇട്ട് കൊടുക്കുക. പിന്നെ താഴേന്ന് വരുന്ന ആ ഭാഗം അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക ചെയ്യുക. അപ്പോൾ കണ്ണൊന്ന് പൊങ്ങി നിൽക്കുന്ന പോലെ തോന്നും. ഇതിപ്പോൾ ചെയ്യണത് ഒരു ചെറിയൊരു ടെക്നിക്കാണ് കേട്ടോ. ഇത് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാ ഇപ്പോൾ ഇത് ചെയ്തേന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്, അതാ നല്ലത്. ഇപ്പോൾ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പം കുറച്ചുകൂടെ ഒരു എഫക്റ്റീവായിട്ട് തോന്നും. ഇനി 2 കണ്ണൊന്ന് നോക്കിക്കേ നിങ്ങൾ. ഈ കണ്ണ് നല്ല വലുപ്പ വ്യത്യാസം തോന്നില്ല. ഞാനിപ്പോൾ എഴുതിയ കണ്ണ്, ഈ കണ്ണൊരു കുറച്ച് ചെറുതുപോലെ ഇല്ലേ. കണ്ണ് ലെങ്ത്ത് കൂടാനായിട്ട് നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇതൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ കണ്ണൊരു താഴേന്ന് താഴ്ന്ന് മേൽഭാഗത്തേക്ക് വാൽഭാഗത്തേക്ക് നല്ലൊരു പൊങ്ങി നിൽക്കുന്ന പോലെ ഉള്ളൊരു എന്താ പറയുക, ഒരു ഇല്യൂഷൻ കൈൻഡ് ഓഫ് തിങ് ആണ് വരുന്നത്. പിന്നെ താഴെ വന്നിട്ട് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട്. താഴെ ഞാൻ ആക്ച്വലി ബ്ലാക്ക് ഐ ഷാഡോ ആണ് ചെയ്യേണ്ടത്. അപ്പോഴാണ് കുറച്ചുകൂടി നന്നാവുക. എൻ്റെ അടുത്ത് ഐ ഷാഡോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഐബ്രോയുടെ അത് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ വന്നിട്ട് നിങ്ങൾ കാണുന്നില്ലേ, കണ്ണിൻ്റെ ഉൾഭാഗത്തേക്ക് എഴുതി കൊടുക്കുന്നില്ല. അത്ര ഒരു നടുക്ക് വരെയാ, ഉണ്ണിയുടെ ഭാഗം വരെ എഴുതി കൊടുക്കുക. കാരണം ഇത് എൻ്റെ കണ്ണ് കുഞ്ഞതാണ്. അങ്ങോട്ടും കൂടെ എഴുതുമ്പോൾ പിന്നെയും കണ്ണ് വല്ലാതെ ചെറുതായി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അങ്ങനെ എഴുതി കൊടുക്കാറില്ല. ഇനി വന്നിട്ട് നമ്മുടെ ആ ഒരു പുതിയൊരു കോണ്ടറിങ് ടെക്നിക്ക് ഉണ്ടല്ലോ. ആക്ച്വലി എൻ്റെ നോസ് കോണ്ടറിങ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തോ ഭാഗ്യത്തിന് മൂക്ക് വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മാനുഫാക്ചറിങ്ങിൽ. പിന്നെ വന്നിട്ട് അതുകൊണ്ട് ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആക്ച്വലി ആ മൂക്കിൻ്റെ പാലത്തിൽ മാത്രം ഇത് മാത്രമേ ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്. കുറച്ചുകൂടെ ഒന്ന് ലെങ്തി ആവാനായിട്ട് മൂക്ക് നീളം തോന്നിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് അത് മാത്രമേ ചെയ്യാറുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇനിയിപ്പോൾ വന്നിട്ട് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിപ്സ്റ്റിക് വന്നിട്ട് നമ്മുടെ സൂഡിയോയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ആ ഒരു ഗ്ലോസും രണ്ടും കൂടെ വന്നിട്ടുള്ളൊരു കോമ്പിനേഷൻ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്, അതിവിടെ ആഡ് ചെയ്യാം. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നല്ല സട്ടിൽ ലുക്കാണ് കേട്ടോ. ഇറ്റ്സ് അമേസിങ്.
ശരിക്കും ഇത് മതിയായിരുന്നു. പിന്നെ ഞാൻ കൊടുത്ത് എന്താണെങ്കിലും കുറച്ചൊന്ന് പോഷായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നല്ല നമ്മളൊരു ഡെയിലി ആയിക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ലുക്കായിട്ട് വളരെ കുറഞ്ഞ എമൗണ്ട് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ ആദ്യത്തതിൽ. പിന്നെ 2-3 ഷെയ്ഡ് കൊടുത്തു. 2 വട്ടം അപ്ലൈ ചെയ്തപ്പോഴേക്കും ഇത് പിന്നെ ഡ്രൈ ആവാൻ തുടങ്ങും. കാരണം ഇതൊരു ഗ്ലോസി ആ ഒരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ടില്ലേ, നിങ്ങൾക്ക് ഷിമ്മറിങ് ഉണ്ട് വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അവസാനം ഞാൻ ആ ഷിമ്മറും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിട്ട് മസ്കാരയാണ്. മസ്കാര ഇത് വന്നിട്ട് എനിക്ക് ബ്ലൂ ഹെവൻ്റെ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വന്നിട്ട് നല്ലൊരു ബെൻഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേറ്ററാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേറ്ററാണ്. അപ്പം അത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലേറ്റർ ദെൻ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ലാഷ് കേളർ വെച്ചിട്ട് അതൊന്ന് കേൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫേക്ക് ലാഷസ് വെക്കേണ്ട ആവശ്യമില്ല ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ കേട്ടോ. ശരിക്കും നന്നായിട്ട് ഒരു 2 കോട്ട് മസ്കാര ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ ലാഷ് കേളർ വെച്ചിട്ട് കേൾ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. കണ്ണിൽ ലാഷസ് നന്നായിട്ട് ഇങ്ങനെ വിടർന്ന് അടിപൊളിയായിട്ട് കിടക്കും. പിന്നെ ഞാൻ വന്നിട്ട് ജസ്റ്റ് ബ്ലഷ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലഷ് കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട്. ശരിക്കും ഒരു ചിപ്പി ഉണ്ട്. ചിപ്പി പറയും ചുട്ക്കി, പാപ്പന്റെ മോളാണ്. ഈ ബ്ലഷ് ഇടുമ്പോൾ അവള് പറയും ചുട്ക്കീനെ പോലെ ഉണ്ട്. അത് ചുട്ക്കി ആയിട്ടുണ്ടെന്ന് ശരിക്കും വന്നിട്ട്. ആൻഡ് ഇപ്പം ഇത്രയൊക്കെയാണ് മോസ്റ്റ്ലി ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ആ ഒരു ലിപ് ഷിമ്മറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ലുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചൊരു പിങ്കി ആയി പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. മൊത്തത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതൊന്ന് സെറ്റ് ആയപ്പോഴേക്കും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതുപോലുള്ള സിമ്പിൾ മേക്കപ്പ് വീഡിയോയുമായിട്ട് ഇനിയും വരുന്നുണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.